പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ കേൾക്കാറുള്ള ഒരു ആപ്തവാക്യമാണല്ലോ, അടിതെറ്റിയാൽ ആനയും വീഴും. കത്തോലിക്ക സഭ സർവവ്യാപകമായി അത് മുടി ചൂടി നിൽക്കുന്ന സഭ അടിതെറ്റിയാൽ വീഴും. ഇന്ന് നമ്മുടെ സഭയിലെ പല അധികാരികളും ആളുകളും ഓർക്കുന്നത് തിരുനാളുകൾ, ജൂബിലി ആഘോഷങ്ങൾ, അല്ലെങ്കിൽ തിരുപ്പട്ട സ്വീകരണങ്ങൾ, ശവസംസ്കാര കർമ്മങ്ങൾ, ഇതിനൊക്കെ ആളുകൾ തടിച്ചുകൂടുന്നു. അതുപോലെ തന്നെ ഒരു പക്ഷെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ആളുകൾ തടിച്ചുകൂടുന്നു. അതുകൊണ്ട് സഭ ശക്തമാണ് എന്ന്. യൂറോപ്പിൽ നമുക്കറിയാം, ക്ഷയിച്ചിരിക്കുന്ന സഭയിൽ നിങ്ങൾ ലൂർദിലോട്ടോ ഫാത്തിമയിലോ മെഡ്ജുഗോരയിലൊക്കെ പോവാണ് കാണാം, ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതല്ല സഭ. തിരുസഭയുടെ ശക്തി അതല്ല, എണ്ണത്തിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നതല്ല. പിന്നെയോ വ്യക്തികൾ യേശുക്രിസ്തുവുമായിട്ട് അടുത്ത് സ്നേഹിച്ച് യേശുവിനെ സ്വന്തമാക്കി അവരുടെ കൂട്ടായ്മ, അതാണ് സഭ. അവരൊന്നിച്ച ഒരു കുടുംബം. കുടുംബം ഗാർഹിക സഭ എന്നാണല്ലോ പറയുന്നത്. അതായത് കുടുംബങ്ങളാകുന്ന സഭകൾ ഒന്നുചേർന്നതാണ് സഭ. അതാണ് സാർവത്രിക സഭ അഥവാ കത്തോലിക്ക സഭ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് സഭാധികാരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സഭയുടെ മൂല്യങ്ങളിലേക്ക് വ്യക്തികളെയും കുടുംബങ്ങളെയും നയിക്കുകയാണ്. ഈ ആഘോഷങ്ങൾക്കൊക്കെ ഒരു പരിമിതി വരുത്തിക്കൊണ്ട്, ഉദാഹരണമായിട്ട് ആളുകളെ വ്യക്തിപരമായി പ്രാർത്ഥിപ്പിച്ച് ഈശോയുമായി, കർത്താവുമായി ഒരു വ്യക്തിപര ബന്ധമുള്ളവരാക്കുക. വേറെ ഭാഷയിൽ പറഞ്ഞാൽ യേശുവിനെ പ്രേമിക്കുന്നവരാക്കി മാറ്റുക. അതുപോലെ തന്നെ ദിവ്യബലിയിലെ സജീവമായി പങ്കുകൊള്ളാൻ അവരെ പഠിപ്പിക്കുക. ഈ ദിവ്യബലിയെ പറ്റിയുള്ള വഴക്കും കോലാഹലവും ഒക്കെ അങ്ങ് നിർത്തുക. അത് ഒരു വെടിനിർത്തൽ കൊണ്ടുവരിക. എന്നിട്ട് ബലിക്ക് പ്രാധാന്യം കൊടുത്ത് ക്രമങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ, എന്നിട്ട് ജനങ്ങളെ അതിലൂടെ ദൈവാനുഭവം പകർന്നു കൊടുക്കുന്ന കൂരാശിയാക്കി മാറ്റുക. ഈശോയെ നേരിട്ട് അവന്റെ ശരീരവും രക്തവും കാണുന്ന, അനുഭവിക്കുന്നവരാക്കി മാറ്റുക. അതുപോലെ ആരാധനകൾ, ഒത്തിരി ദിവ്യ ആരാധനകൾ, അടുത്തൊരു കാലത്ത് ആരാധനകളൊക്കെ നമ്മുടെ സഭയിൽ നിന്ന് ഒത്തിരി പോയി. 40 മണി ആരാധനയും അല്ലെങ്കിൽ 5 മണിക്കൂർ ആരാധനയോ ഒക്കെ കൊണ്ടുവന്ന് പല ആരാധന. 40 മണി ആരാധന വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അതൊക്കെ തെഞ്ഞുമാഞ്ഞു പോയി പല പള്ളികളിലും. അതൊക്കെ മാറ്റി കൊണ്ടുവരണം ഈശോയെ നേരിട്ട് ആരാധിക്കാൻ. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു മൂല്യം പഠിപ്പിക്കേണ്ട പരസ്പര സ്നേഹമാണ്. ഇക്കാര്യത്തിൽ ഞങ്ങൾ തോറ്റുപോയി മക്കളെ. ഈ കേൾക്കുന്ന നിങ്ങൾക്കറിയാം, ഞങ്ങളും മത്രാന്മാരും എല്ലാം തോറ്റുപോയി പരസ്പര സ്നേഹത്തിൽ. ഞങ്ങളെ നോക്കണ്ട മക്കളെ, നിങ്ങൾ ആ യേശുവിന്റെ വചനം പാലിക്കുക. പ്രിയ മരനേതാക്കളെ എന്ന് പറഞ്ഞാൽ ബിഷപ്പ്മാരെ, അച്ഛന്മാരെ, കന്യാസികളെ, ജനങ്ങളെ പരസ്പര സ്നേഹത്തിൽ വളർത്തുക. അങ്ങനെ സ്നേഹാധിഷ്ഠിതമായ വ്യക്തിപരമായ ജീവിതവും കുടുംബങ്ങളും ഉണ്ടായെങ്കിൽ മാത്രമേ, അഥവാ മൂലാധിഷ്ഠിത സഭയുണ്ടായെങ്കിൽ മാത്രമേ സഭയ്ക്ക് ഒരു ഭാവി ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ തകരും. നമുക്കറിയാം, അല്ലെങ്കിൽ നമ്മൾ പുറമേയുള്ള ഒരു കാഴ്ച മാത്രം. ഒത്തിരി പേര് അവിടെ വന്നു, ആയിരക്കണക്കിന് ആളുകൾ ആ ശുശ്രൂഷയ്ക്ക് വന്നു, ആയിരക്കണക്കിന് ആളുകൾ പെരുന്നാൾ കൂടി, അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നു. ഇവരൊക്കെ തിരിച്ചു വന്ന് എങ്ങനെ ജീവിക്കുന്നു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് ഓർക്കണമേ. അതായത് വ്യക്തിപരമായി പരസ്പരം സ്നേഹിച്ചുകൊണ്ട്, അതായത് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഒഴുക്കിനെതിരെ നീന്തുന്നവരാക്കാൻ പരിശുദ്ധാത്മാവിന് ശക്തി പകർന്നു കൊടുക്കണം സഭാധികാരികൾ. അതാണ് ഞാൻ പറയുന്നത്. ഇന്ന് ആ സഭയ്ക്ക് ഉള്ളവർക്ക് ആ ശക്തി ഇല്ല. പക്ഷേ ഒരുപക്ഷെ പെരുന്നാളിനും തീർത്ഥാടനമൊക്കെ ഓടിപ്പോകുന്നത് ശക്തി ഉള്ളിൽ കിട്ടാനാണ്. പക്ഷെ കിട്ടുന്നില്ല. ഈ വലിയ കൂട്ടായ്മയ്ക്ക് അതൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒത്തിരി ധ്യാനങ്ങൾ, വചന ശുശ്രൂഷകൾ ആവശ്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കേൾക്കുകയുണ്ടായി, ചങ്ങനാശ്ശേരിയിലെ ബഹുമാനപ്പെട്ട തറയിൽ പിതാവ് പറയുന്നത്, നമ്മൾ വചനം കൊടുക്കുന്നവർ, സുവിശേഷവൽക്കരണം നടത്തുന്നവർ, എവാഞ്ചലൈസേഷൻ ചെയ്യുന്നവരായിരിക്കണം. എങ്കിലേ സഭ വളരുവാൻ. അത് വലിയ സത്യമുണ്ട് അദ്ദേഹം പറഞ്ഞതില്. ഇതൊക്കെ മെത്രാന്മാരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പ്രവൃത്തി വരുമ്പോൾ അതാണ്. ഏതാനും അച്ഛന്മാര്, അതും സന്യാസ വൈദികരൊക്കെ ധ്യാന കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാക്കി കുറെ പേരെ ഇങ്ങനെ വളർത്താൻ ശ്രമിക്കുന്ന അല്ലാതെ സഭയിൽ സംഘടിതമായിട്ട് വ്യക്തികളെയും സമൂഹങ്ങളെയും വളർത്താനുള്ള
സുവിശേഷ പരിപാടികൾ വേണം, ആവശ്യമാണ്. അവർ ഈ ഇന്നത്തെ കാറ്റഗീസം വേദപാഠ പഠനം എന്ന് പറഞ്ഞത് പുറമേ ഉള്ളത് മാത്രമേ ഉള്ളൂ. കുറെ ചരിത്രം പഠിപ്പിക്കുക, അല്ലെങ്കിൽ ചരിത്രത്തിലെ തിന്മകൾ കാണിക്കുക. അതല്ല കാറ്റഗീസത്തിൽ പഠിപ്പിക്കേണ്ടത്. യേശുവായുള്ള വ്യക്തിപര ബന്ധം, സമൂഹത്തിലെ സ്നേഹത്തിന്റെ ബന്ധം, ഇതൊക്കെ അരക്കിട്ടുറപ്പിക്കണം. കർത്താവിനെ പ്രഘോഷിക്കുന്നവരാക്കി അവരെ മാറ്റണം. അതും ഒരു പിതാവ് പറയുണ്ടായി, അത് ഞാൻ കേൾക്കുകയുണ്ടായതാണ്. അതും തറയിൽ പിതാവ് പറയുന്നത് എന്റെ ഓർമ്മ ഇരിക്കുന്നത്. ഞാൻ ഒരു വീഡിയോയിൽ കേട്ടതാണ്. നമ്മൾ 10-12 കൊല്ലം വേദപാഠം പഠിപ്പിച്ചിട്ടും നമ്മുടെ ജനങ്ങൾക്ക് ഈശോയെ പറ്റി പറയാൻ അറിയത്തില്ല. പക്ഷെ പെന്തക്കോസ്തുകാരൊക്കെ 6 മാസം പഠിപ്പിച്ചിട്ട് സഭയ്ക്കെതിരായി പ്രസംഗിക്കാൻ വലിയ വാഗ്മികളായിട്ട് മാറും. 6 പേരെ സഭയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ 12 കൊല്ലം ഇങ്ങനെ പഠിപ്പിച്ചിട്ടും അവർക്ക് ഈശോയെ പറ്റി പറയാനുള്ള ഭയമാണ്, നാണമാണ്, അതിനുള്ള ആ ബോധ്യമില്ല. ഈ ബോധ്യങ്ങൾ കൊടുക്കുന്ന സഭയെ നമ്മൾ മാറണം. ഇന്ന് നമ്മുടെ ഇടയിലുള്ള ഗർഭചിത്രം, വിവാഹമോചനം, ധൂർത്ത്, കള്ള്, കഞ്ചാവ്, അതുപോലെ മൊബൈല്, പോണോഗ്രാഫി, മ്ലേച്ഛത, ഇതിനൊക്കെ അടിമപ്പെട്ടിരിക്കുന്നത്, കളിപ്പിക്കൽ, ഒറ്റിക്കൊടുക്കൽ, കുതികാലുവെട്ട്, ചതി, ദുർമോഹം, ഇതൊക്കെ സീമാതീതമായി നമ്മുടെ ഇടയിലുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഇതിനെതിരായിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടായേ മതിയാവും. ഇതിനൊക്കെയാണ് അച്ഛന്മാരും കന്യാസികളും ഒക്കെ ശ്രമിക്കേണ്ടത്. മെത്രാന്മാരൊക്കെ പ്രോഗ്രാമുകൾ ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ആളുകളെ ഈശോയെ വേദനിപ്പിക്കുന്ന കൽപ്പനകളുടെ ലംഘനത്തിൽ നിന്ന് വേർതിരിച്ച് മാനസാന്തരപ്പെടുത്തി ഈശോയുമായി ഐക്യപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കറിയാം, സഭയുടെ അടിത്തറ പതുക്കെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നാമമാത്രമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ നശിപ്പിക്കുവാനായിട്ട് നോക്കിയിരിക്കുന്ന ഇതര ജാതിക്കാരുണ്ട്, ഇതര സമൂഹങ്ങളുണ്ട്, രാഷ്ട്രീയ തലങ്ങളുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, പുതിയ ലോകം വരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ ഒരു ലോകം, അന്ത്യക്രിസ്തുവിന്റെ ഒരു ലോകം വന്നു കഴിഞ്ഞുവെന്ന് പലരും പറഞ്ഞ പ്രസംഗങ്ങൾ സത്യമാണ്. ഇതെല്ലാം നമ്മൾ അതിനൊക്കെ അടിമകളായിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അവശേഷിച്ചിരിക്കുന്ന ഒരു ഭാഗമെങ്കിലും കേരളത്തിൽ ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ അടിതെറ്റാത്ത ഏതാനും പേരെങ്കിലും ഒരുക്കണം. ഞാനിതാണ് എന്റെ പ്രവൃത്തി ചെയ്യുന്നത്. ഈ യൂറോപ്പിലൊക്കെ വന്നാൽ ഞാൻ വലിയ ജനക്കൂട്ടമൊന്നും ഇനിയും കത്തോലിക്ക സഭയായിട്ട് യൂറോപ്പിൽ കാണില്ല. കുറെ അവശേഷിച്ചിരിക്കുന്ന ഭാഗമുണ്ട്. അവരെ ഞാൻ ശക്തിപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കാനായിട്ട്, കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട്, വ്യക്തിപര പ്രാർത്ഥനയ്ക്ക്, ബൈബിൾ വായിക്കുവാനായിട്ട്, അവരെന്നും ബലിയിൽ സംബന്ധിക്കുവാൻ, ഭാര്യയും ഭർത്താവും ഒന്നിച്ച് സ്നേഹത്തിൽ മക്കളോട് ജീവിക്കുവാൻ, ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുകയാണ്. അതായത് ABC എന്ന് പറയും, വിശ്വാസത്തിന്റെ ABC. അങ്ങനെ നിങ്ങൾക്കറിയാം, എന്റെ വീഡിയോയിൽ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്. കാരണം ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. വലിയ ജനക്കൂട്ടത്തിൽ കിട്ടില്ല. അതുകൊണ്ട് പ്രിയ എന്നെ ശ്രമിക്കുന്ന എല്ലാവരും ഇതിനുവേണ്ടി പരിശ്രമിക്കുക. പ്രത്യേകിച്ച് മേലധികാരികൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. എഫേസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ നമ്മൾ പൗലോസ്ലീഹ 15 മുതൽ വചനങ്ങൾ പറയുന്നുണ്ടല്ലോ. അതിനാൽ നിങ്ങൾ അവിവേകികളെ പോലെയാകാതെ വിവേകികളെ പോലെ ജീവിക്കുവിൻ. ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്. നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. തിന്മയുടെ കാലമാണ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ് മക്കളെ. അതുകൊണ്ട് നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ. ഭോഷന്മാരാകാതെ കർത്താവിന്റെ അഭീഷ്ടമെന്ന് മനസ്സിലാക്കുവിൻ. കർത്താവിന്റെ അഭീഷ്ടം നമ്മുടെ വിശുദ്ധ ജീവിതമാണ്. 1 തെസ്സലോനിയൻസ് അധ്യായം 4:3 പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആളുകളെ നയിക്കണം നമ്മൾ കണിശമായിട്ടും. എന്നിട്ട് പറയാണ്, നിങ്ങൾ വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, ആത്മാവിൽ പൂരിതരാകുവിൻ. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ, വീഞ്ഞെന്ന് പറഞ്ഞാൽ കള്ളിന്റെ കാര്യം അല്ല പറയുന്നത്. നമ്മളെ നമ്മുടെ ആധ്യാത്മികതയെ അടിമപ്പെടുത്തുന്ന ധാരാളം ബന്ധനങ്ങളുണ്ട്. ഒരു മയക്കുമരുന്നാണെന്ന് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഇടയ്ക്ക്. അതുപോലെ തന്നെ മദ്യവുമുണ്ട്. പിന്നെ അതിലും മ്ലേച്ഛത, തിന്മ, സ്വയംഭോഗം, സ്വവർഗഭോഗം, അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഫോണോഗ്രാഫി, ഈ കയ്യിലിരിക്കുന്ന മൊബൈല്, ഇതൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്നത്തെ ടെക്നിക്സ് എല്ലാം യാന്ത്രിക യുഗം മുഴുവൻ നമ്മളെ കർത്താവിൽ നിന്ന് മാറ്റുന്നതാണ് എന്ന കാര്യം മനസ്സിലാക്കണം. അതിന്റെ ഫലമായിട്ട് നമ്മളത് കുടിക്കുക എന്ന് പറഞ്ഞാൽ മദ്യം കുടിക്കുമ്പോൾ ഒരാള് എങ്ങനെ മദ്യപനായിത്തീരുന്നു, അഥവാ ഉന്മത്തനായിത്തീരുന്നു. അതുപോലെ ലോകത്തിലെ ഉന്മത്തം നൽകുന്ന പലതുമുണ്ട് സംരംഭങ്ങൾ. അതിൽ നിന്നൊക്കെ പിന്മാറണം കർത്താവ് പറയുകയാണ്. എന്നിട്ട് കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ നോക്കണം. മാതാപിതാക്കളായാലും മക്കളായാലും ഇക്കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കണം. നമ്മളെ ഉന്മത്തരാകുന്ന പലതും ലോകത്തിലുണ്ട്. നമുക്കതിൽ നിന്ന് പിന്തിരിയാം.
എന്നിട്ട് കർത്താവിന്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുക പറയാണ്. സങ്കീർത്തനങ്ങളാലും ഗാനങ്ങളാലും ആത്മീയ ഗീതങ്ങളാലും പരസ്പരം സംഭാഷണം ചെയ്യുവിൻ. ഗാനാലാപങ്ങളാൽ പുണ്യഹൃദയത്തോടെ കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിക്കുവിൻ. ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെപ്പറ്റി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. എന്ത് മനോഹരമാണ് ആ വചനങ്ങൾ നോക്കുക. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്മളെല്ലാവരും ആരാണ്? ക്രിസ്ത്യാനി അല്ലെ കത്തോലിക്ക എന്ന് പറഞ്ഞാൽ സജീവ ശിലകൾ കൊണ്ട് ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെട്ടവർ. പത്രോസിയ പറയുന്നുണ്ട്, 1 പത്രോസ് 2:5 നിങ്ങൾ സജീവ ശിലകൾ കൊണ്ട് ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. അപ്പോൾ നമ്മൾ അങ്ങനെ പടുത്തുയർത്തപ്പെടണം. അപ്പോൾ നമുക്ക് അടിയുറച്ച ക്രിസ്ത്യാനികളായി മുന്നോട്ട് പോകാം. അപ്പോൾ ആർക്കൊന്നും നമ്മളെ തകർക്കാൻ സാധ്യം. അപ്പൊ കർത്താവ് നമ്മളോടുകൂടി ഉണ്ടായിരിക്കും. അതെ, അവശേഷിച്ച ഭാഗത്തോടുകൂടി കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കും. ഈ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഏറെ വീഡിയോകൾ അതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ട് ആളുകളെ തനിക്കായിട്ടുള്ളവരെ മാറ്റി നിർത്തി മാറോട് ചേർത്ത് വെക്കുന്നു. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഇത് വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ചിന്താഗതിയിലേക്ക് വരുവാനും അങ്ങനെ ശക്തിയുള്ളവരായി ജീവിക്കുവാനിടയാകട്ടെ എന്ന് തിന്മകളെയൊക്കെ മാറ്റി കർത്താവിനോട് ചേർന്ന് ഇരിക്കുന്നവരായിട്ട് മാറുവാനായിട്ട് നമുക്ക് അടി പതറാതെ നോക്കാം. വിശ്വാസത്തിന്റെയും ദൈവസ്നേഹത്തിന്റെയും അടിത്തറ നശിപ്പിക്കരുത്. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ എന്ന് പറയുമ്പോൾ പരസ്നേഹത്തിന്റെയും കൂടിയാണ്. സ്നേഹം ഒരു നാണയം പോലെ 2 വശമാണ്. ഓക്കെ, കണ്ണുകളടയ്ക്കാം, നാം പ്രാർത്ഥിക്കാം. കാരണം കർത്താവിൽ ഏതാനും ചിന്താശകലങ്ങൾ ഞാൻ എന്റെ മക്കളോട് പങ്കുവയ്ക്കുകയായിരുന്നു. ഇവരെ അനുഗ്രഹിക്കണമെന്ന് ദാസൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, ഇന്ന് അടിതെറ്റിയ അഥവാ കോളിളക്കത്തിൽ വളരെ ഡിസിപ്ലിൻ മാർഗനിർദ്ദേശങ്ങളെല്ലാം നഷ്ടപ്പെട്ട് ഏറെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട സഭ മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പോയാൽ വീണു പോകുമെന്ന് അറിയാം. പാടില്ല കർത്താവേ. അങ്ങയുടെ കേരള സഭ വീഴാൻ പാടില്ല. ശക്തമായി മുന്നോട്ട് പോകണം. അടിതെറ്റാൻ പാടില്ല. കർത്താവ് അതിനു വേണ്ടുന്ന ചെറിയ ചിന്താശകലം ഞാൻ കൊടുത്തത് ഇവിടെ ഹൃദയത്തിലേക്ക് പാകണമേ. പിശാച് അതെടുത്തു കളയാൻ ഇടയാക്കരുത്. വചനത്തിൽ വളർന്ന് കർത്താവെ സഭയിൽ വളർന്ന് ഈശോയെ വ്യക്തിപരമായി ഈശോയെ സ്നേഹിക്കുന്നവരും കുടുംബത്തിൽ സ്നേഹിക്കുന്നവരുമാക്കി മാറ്റണമേ. അതുപോലെ സമൂഹത്തിലും ആ സ്നേഹം കുടുംബത്തിൽ നിന്ന് പകരപ്പെടട്ടെ. അങ്ങനെ സ്പർദ്ധ, വിദ്വേഷം, വൈരാഗ്യം, കൊലപാതകം ഇതൊക്കെ അങ്ങ് മാറട്ടെ ഈ സമൂഹത്തിൽ നിന്ന്. ഈശോനാഥ, അതുപോലെ തന്നെ ജീവനോടുള്ള ഭക്തി, ജീവനോടുള്ള സ്നേഹം ഒക്കെ ഉണ്ടാകട്ടെ. അതുകൊണ്ട് കൊലപാതകം, അതുപോലെ തന്നെ ഗർഭചിത്രം ഇതെല്ലാം മാറിപ്പോകട്ടെ കർത്താവേ. അങ്ങനെ സഭ വിശുദ്ധീകരിക്കപ്പെട്ട് സഭ എന്ന് പറയുന്നത് ഇവരോരോരുത്തരുമാണല്ലോ. ഇവരോരോരുത്തരുടെയും ശിരസിൽ കർത്താവേ അങ്ങയുടെ മുറിവിട്ട കരങ്ങൾ ഇപ്പോൾ വെക്കണമേ. ആശീർവദിക്കണമേ, വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ കുടുംബങ്ങളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ.